സുഹൃത്തുക്കളെ, മമ്മൂട്ടി ഇനി വെറും മമ്മൂട്ടി എന്ന രീതിയിലാണ് അറിയപ്പെടാൻ പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കുറിച്ചിട്ട് പലപ്പോഴും പറഞ്ഞിരിക്കുമ്പോൾ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നുള്ള പേരാണ് പലപ്പോഴും പറഞ്ഞു വരാറുള്ളത്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ, അത് അദ്ദേഹം വെറും മമ്മൂട്ടി എന്ന രീതിയിലേക്ക് ചുരുക്കി പോവുക, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് മാത്രം മാറുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് മെഗാസ്റ്റാർ എന്ന് ചുമ്മാ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഇങ്ങനെയാണ്: an informal term for very famous and successful performer such as an actor, singer or musician. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ പേരിന്റെ ഒപ്പം മാത്രമാണ് മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു പേര് വെക്കാറുള്ളത്. പലപ്പോഴും മമ്മൂക്കയെ കുറിച്ച് പറയുന്ന സമയത്ത് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയാറുള്ളത് സൂപ്പർ സ്റ്റാർ എന്നുള്ള പേര് വെക്കാറില്ല. എന്നാൽ അതിന്റെ തൊട്ടു താഴത്ത് സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരിനൊപ്പം ചേർത്തിട്ടുള്ളത് നമ്മുടെ മോഹൻലാലിന്റെ ചിത്രമാണ്. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എ ടേം ഫോർ സമ്മൺ ഹൂ ഈസ് വൈഡ്ലി നോൺ, prominent or successful in their field and has a great popular appeal. This could include actors, musicians, athletes. ഏകദേശം രണ്ടും ഒരുപോലെയാണ്. എന്നാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മെഗാസ്റ്റാർ എന്നതിന് താഴെയാണ് സൂപ്പർ സ്റ്റാർ എന്നുള്ള സംഗതി, ആ ഒരു പദവി നിൽക്കുന്നത്. ഈ സൂപ്പർ സ്റ്റാർ പദവിയിൽ മോഹൻലാൽ മാത്രമല്ല, ദിലീപ് ഉണ്ട്, ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ മെഗാസ്റ്റാർ എന്നുള്ള പേര് പലപ്പോഴും നമ്മൾ വെച്ച് കാണാറുള്ളത് മമ്മൂട്ടിക്ക് മാത്രമായിരുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ പലപ്പോഴും വെക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിലെങ്കിലും ഈ അടുത്ത സമയത്ത് ഒരു സിനിമയിൽ പോലും അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത്, സ്ലോ മോഷനിൽ ഇറങ്ങി വരുന്ന സമയത്ത് പുറകിലായിട്ട് മെഗാസ്റ്റാർ എന്നുള്ള പേരൊക്കെ എഴുതി കാണിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പലപ്പോഴും. പക്ഷേ അദ്ദേഹത്തിന് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന സിനിമകൾ ഒന്നിലും ഒരു തരത്തിൽ നമുക്ക് മമ്മൂട്ടിയോടൊപ്പം മെഗാസ്റ്റാർ എന്നുള്ള പേര് കാണാറില്ല. അദ്ദേഹം അത് ഒഴിവാക്കാറുണ്ട്, മമ്മൂട്ടി എന്ന് മാത്രമാണ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ പറയാൻ കാരണം, ഈ മെഗാസ്റ്റാർ എന്ന് പറയുന്ന പേരിന് അർഹനായിട്ടുള്ള വേറൊരു വ്യക്തി ഇപ്പോഴുണ്ടെന്ന് പറയുന്നത് അത് നമ്മുടെ ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവിക്ക് കഴിഞ്ഞ 2024 ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എത്രയോ ഡാൻസുകൾ കളിച്ചു, എത്രയോ സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റെക്കോർഡാണ് കേട്ടോ. ആ റെക്കോർഡിന്റെ ഭാഗമായിട്ട് ഇപ്പോഴുള്ള ഈ മെഗാസ്റ്റാർ എന്നുള്ള ഒരു പദവി, ആ ഒരു പേര് വെക്കാൻ ഏക അർഹനായിട്ടുള്ള ഒരാള് അത് വിലയ്ക്ക് വാങ്ങിച്ചു, അത് പേറ്റന്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. ഞാൻ ഗൂഗിൾ മുഴുവൻ അരിച്ചു പിറക്കി, എല്ലാ തരത്തിലും അരിച്ചു പിറക്കി. പക്ഷേ എവിടെയും ഈ മെഗാസ്റ്റാർ എന്നുള്ള പദവി അദ്ദേഹത്തിന് മാത്രമേ വെക്കാൻ പറ്റൂ എന്ന രീതിയിൽ കാണാനില്ല. പക്ഷേ മെഗാസ്റ്റാർ എന്നെങ്ങാൻ നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, മെഗാസ്റ്റാർ ഇൻ ഇന്ത്യൻ ഫിലിം എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ ചിത്രം വരില്ല. പക്ഷെ അതിന് പകരമായിട്ട് വരുന്ന ചിത്രം നമ്മുടെ ചിരഞ്ജീവിയുടെയാണ്. അങ്ങനെയാണെങ്കിൽ ചിരഞ്ജീവിയുടെ പേരിനൊപ്പം ആ ഒരു മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്നുള്ള ആ ഒരു പേര് വന്നു കഴിഞ്ഞിരിക്കുന്നു. സോഷ്യൽ മീഡിയ പോലും ആ ഒരു പേരോട് കൂടിയിട്ട് അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ചിരഞ്ജീവി. അതേസമയം തന്നെ മമ്മൂട്ടിക്കൊപ്പം ആ ഒരു പേര് ഇനി വരില്ല എന്നുകൂടി പറയപ്പെടുന്നു. അതായത് എവിടെയും ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോഴോ ഒരു സ്ഥലത്ത് നമുക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. ഇത് എത്രത്തോളം സത്യമാണ്, ഇനി ഇത് പക്കാ നുണയാണോ, ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനില്ല. പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ഒരു ആഴ്ചകളൊക്കെ ആയിട്ട് ഈ ഒരു വിഷയം ഇങ്ങനെ തള്ളിക്കയറി വരുന്നുണ്ട്. ഇതിങ്ങനെ തള്ളിക്കയറി വരുന്ന സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ പരിപൂർണമായിട്ട് ഗൂഗിളൊക്കെ തപ്പി നോക്കിയത്. എന്താണ് ഈ മെഗാസ്റ്റാർ, എന്താണ് സൂപ്പർ സ്റ്റാർ, എന്താണ് ഈ സ്റ്റാർ എന്നൊക്കെ വെച്ച് തപ്പി നോക്കിയത്. അങ്ങനെ തപ്പി നോക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ അടിച്ചു നോക്കിയിട്ടു എനിക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് കാണാനില്ല. പക്ഷേ അതേസമയം മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിരഞ്ജീവിയോടൊപ്പം മാത്രമായിരിക്കും ഇനിയുള്ള സമയത്ത് നമ്മുടെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു വാക്ക് വരിക. അദ്ദേഹം മാത്രമാണ് അതിന് അർഹൻ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു അവാർഡുകളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മാത്രമാണ് അതിന്റെ അർഹൻ രീതിയിലൊക്കെ അതിന് മാറ്റി നിർത്തപ്പെട്ടിരിക്കും. ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ അദ്ദേഹം ചെയ്ത ഡാൻസുകളുടെയും അദ്ദേഹം ചെയ്ത പാട്ടുകളുടെയും ഒക്കെ കണക്കൊക്കെ എടുത്തുകൊണ്ടൊരു ഗംഭീര റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ സംഗീതമൊക്കെ സബ്മിറ്റ് ചെയ്യണം. എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ സബ്മിറ്റ് ചെയ്യണം. ഞാൻ തന്നെ 19,000 രൂപ അങ്ങോട്ട് കൊടുക്കണം ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവരൊന്ന് പരിശോധിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ കിട്ടുക. അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു അവാർഡ് കൂടിയാണെന്നൊക്കെ ഇതിനെ പറയേണ്ടി വരും. എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എന്തായാലും മമ്മൂക്കയ്ക്ക് ഈ ഒരു അവാർഡ് വേണം. അവാർഡ് എന്നതിനേക്കാൾ ആ ഒരു മെഗാസ്റ്റാർ എന്നുള്ള പദം വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ ഉത്തരം എന്താണ്? മമ്മൂക്ക
ആ ഒരു പേരിന് അർഹനാണോ? അത് അങ്ങനത്തെ ഒരു പേര് വേണോ? മെഗാസ്റ്റാർ എന്ന് പറയുന്ന ഒരു പേര് ഒപ്പം വെക്കേണ്ടതുണ്ടോ? എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ജനങ്ങളാണ് കേട്ടോ. ജനങ്ങളാണല്ലോ മെഗയാണോ ഇനി വെറും സൂപ്പർ ആണോ ഇനി സൂപ്പർ സ്റ്റാർ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, അതോ വെറും നടനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആദ്യം പറഞ്ഞേക്കാം, മെഗ എന്ന പേരൊന്നും ആവശ്യമില്ലെന്നേ. അതല്ലാതെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഒരു നടനാണ്, ഗംഭീര നടനാണ്. ബൈ.